പ്രേക്ഷകരെ നടന്നലിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ദാരുണാന്ത്യത്തിൽ അല്ലെങ്കിൽ ദാരുണാന്ത്യം സംഭവിച്ച 45 പേർക്കും ഏകദേശം 50ഓളമായും തോന്നുന്നു കണക്കിപ്പോ ആ 50ഓളം പേർക്കും ആദരാഞ്ജലികൾ നേരുന്നു. ആദ്യം ഇപ്പോ എനിക്ക് തല്ലിനൊന്നും താല്പര്യമില്ല. താൻ വിളിപ്പിച്ച കാര്യം ആദ്യം തന്നെ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും അവരുടെ ആത്മാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരല്പം കുടുംബത്തോടൊപ്പം നമ്മള് എന്തായാലും അതൊന്ന് മാറ്റിവെക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡയലോഗ് അടിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് 2-3 ചിത്രം പകർത്തി അത് ഈ വിഷമവും വേദനയും അനുഭവിക്കുന്ന ഈ കുടുംബക്കാരുടെ വീടിന്റെ മുന്നിൽ തന്നെ ഫ്ലെക്സ് കൊണ്ട് അടിക്കാൻ വേണ്ടി ചില പല പണികളും നടത്തി. ഈ ദുരന്ത മുഖത്തും രാഷ്ട്രീയം കളിക്കുന്ന ചിലരെ നമ്മൾ പൊക്കി. കഴിഞ്ഞ ദിവസം ഈ ഒരു കുവൈറ്റിലെ ഈ ഒരു സംഭവം നടന്ന ദിവസം തന്നെ കുവൈറ്റിൽ ഒരു സംഭവം നടന്ന ആ ഒരു തീപിടുത്തം ഉണ്ടായി. അതിനുശേഷമാണ് ഇത്രയും മരണം നമ്മൾ സംഭവിച്ചെന്ന് റിപ്പോർട്ട് വരുന്നത്. ആദ്യം അതിനുശേഷം 25ഓളം മലയാളികൾ എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം 11 എന്ന് പറഞ്ഞു, പിന്നെ 14 എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ഥിരീകരിച്ചു 15ഓളം പേരാണ് മരിച്ചത്, മലയാളികൾ മാത്രം. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിലേക്ക് തന്നെ അനാവശ്യം പ്രചരിപ്പിക്കരുത്. കാരണം അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രവാസികൾക്ക് വേണ്ടി ഈ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി അപ്പോ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അതായത് കേരളത്തിൽ നിന്നും നമ്മുടെ ഒരു മന്ത്രി പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുക്കുന്നില്ല. ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിച്ചത് ആരാപ്പം? ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിച്ചത് ആരാ? വളരെ വ്യക്തമായി പ്രോട്ടോകോൾ എന്താണെന്ന് ആദ്യം പഠിക്കുക. രാജ്യം, രാജ്യാന്തര ബന്ധങ്ങൾ, രാജ്യത്തിനകത്തുള്ള ബന്ധങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ജില്ലകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. മറ്റ് പല രാജ്യങ്ങളിലാണ് സംഭവ വികാസങ്ങൾ നടത്തുന്നതെങ്കിൽ ആദ്യം കേന്ദ്രം ഇടപെടണോ അതോ സംസ്ഥാന സർക്കാർ ഇടപെടണോ, സംസ്ഥാന സർക്കാരിൽ ഏതെങ്കിലും മന്ത്രി ഇടപെടണോ എന്ന് ആദ്യം പോയി പാച്ചിട്ട് വാ. സംസാരിക്കണ്ട കേട്ടോ. കുഞ്ഞുങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഇതിനകത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചത് കേന്ദ്ര സർക്കാരാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു വേവലാതി. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത്. സുഹൃത്തുക്കളെ, ശരിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു വിഷമവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമായി കൂട്ടിക്കലർത്തുന്ന കാര്യമല്ല. ഈ ഘട്ടത്തിലും ഇത്തരം നാറിയ കളികൾ കളിച്ച് അവിടെ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിക്കാൻ നടക്കുന്ന ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിക്കാൻ കാണിച്ചോ? അല്ലെങ്കിൽ പിന്നെ താൻ ഒരൊറ്റ ചോദ്യം, താൻ ഒരു ക്ലിയർ ആയിട്ട് മറുപടി അവിടെ ഇത്തരത്തിൽ മരണം സംഭവിച്ചു. 25ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ ബോഡി കൃത്യസമയത്ത് തന്നെ വിമാനം, അത് മലയാളികൾ മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ 45 പേരുണ്ട്. അതായത് കർണാടകക്കാര്, തമിഴ്നാട്ടിലുള്ള വ്യക്തികൾ 7ഓളം തമിഴ്നാട്ടിലുള്ള ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടി ഇവരെ നാട്ടിലോട്ട് കൊണ്ടുവരണം, ഒരേ സമയത്ത് നാട്ടിലോട്ട് കൊണ്ടുവരണം. ഇവരെ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് ഇവരുടെ ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്നും സഹമന്ത്രി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, വിദേശ സഹമന്ത്രി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ വിദേശ സഹമന്ത്രി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്തിനെടുപ്പാനാണ് ഈ വീണ ജോർജ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്? ഹെർക്കുലീസി കയറി വന്നിട്ട് ചിത്രം പകർത്തുവാനാണോ? കേരളമുണ്ടൊപ്പം നിങ്ങളോടൊപ്പം എന്ന് അടിക്കുറാനോ? എല്ലാ പ്രവാസികൾക്കൊപ്പവും നമ്മൾ ഉണ്ട്. ആ സമയത്ത് ദുരന്തം അനുഭവിക്കുന്ന ദുരന്തമുഖത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളാൻ പോലും കഴിയാതിരുന്ന ആ വീട്ടിലേക്ക് ചെന്ന് ആശ്വസിച്ചു. അവർക്കിടയിലേക്ക് പോയില്ലേ? ഇത് അറിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അവരുടെ കുടുംബങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു, അവിടെ എത്താൻ ശ്രമിക്കുന്നു. അതല്ല, ഇതൊന്നുമല്ല. അപ്പൊ അവിടെ പോയിട്ട് ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ പ്രതിപക്ഷ നേതാവ് നിർത്തുന്നു. പല വിയോജിപ്പുകളും ഞങ്ങളും പ്രതിപക്ഷവും തമ്മിലുണ്ട്. പക്ഷെ ഇന്ന് മന്ത്രി വീണ ജോർജിന് അനുമതി കൊടുക്കാത്തതിൽ എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്? വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? അതൊരു ഇവിടെ രാഷ്ട്രീയം കളിക്കരുതായിരുന്നു, അനുമതി കൊടുക്കണമായിരുന്നു, ദൗർഭാഗ്യകരമായി പോയി എന്നാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ, നിങ്ങളാണ് ഇടയ്ക്ക് എന്ന് പറയുന്നത് വി ഡി സതീശൻ വലിയ വിവരമുള്ള മനുഷ്യനാണെന്ന്. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് വിവരം കാണുന്നില്ലല്ലോ. എനിക്ക് വിവരമില്ല. എന്താണ് ആരോട് പറഞ്ഞത്? പറഞ്ഞു വരട്ടെ. അതായത് ഈ വീണ ജോർജ്, അതായത് ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യാന്തര പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്നാണോ ഡീല് ചെയ്യുന്നത്? നിർബന്ധമില്ല. ലോക സമാധാനത്തിന് വരെ ഞങ്ങൾ കാശ് കൊടുത്തിട്ടുള്ളവരാണ്. കേരളമാണെന്ന് പറഞ്ഞ് 2 കൊമ്പൊന്നും ഇവിടെ ഇല്ല. കൊമ്പുണ്ട്, കേരളത്തിന് കൊമ്പുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്ന് വേണേലും ചോദിച്ചോ. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. മലയാളികൾ എല്ലായിടത്തും ഉണ്ട്.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ ജീവിക്കാനുള്ള ഗതിയും നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. ഈ മരിച്ച 25 മലയാളികളുണ്ടല്ലോ, ഈ ഒരുപാട് നല്ല സുഖജീവിതം അനുഭവിക്കുന്ന, ക്ലിഫ് ഹൗസിൽ കിടക്കുന്ന, ബാക്കിയുള്ളവരെ പോലെ അനുഭവിക്കുന്ന ജീവിതം. എടോ, ഈ ഒരു ഗതിയും പരഗതിയും കേരളത്തിൽ കിടന്ന് കിട്ടാതെ നാട്ടിൽ പോയി ജീവിക്കുന്ന അപ്പൊ പ്രവാസികളെല്ലാം ഒരു ഗതിയും പരഗതി ഇല്ലാത്തതുകൊണ്ടാണല്ലോ പുറത്തേക്ക് പോകുന്നത്. ഒരു പരഗതി ഇല്ലെങ്കിൽ പിന്നെ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയും വിട്ടിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുവോ? ഒരു ഗതിയും പോടോ എന്നിട്ട് വിവരക്കേട് പറയാതെ. പ്രവാസികളെല്ലാം കൂടെ പോകുന്നത് ഇവിടെ ഒരു ഗതിയും പരഗതി. അപ്പൊ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് പോയതോ? അവിടെ ഉള്ളവർക്ക് ഒരു ഗതിയും പരഗതി ഇല്ലേ? അവർക്ക് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പോകുന്നത്. ആദ്യം മനസ്സിലാക്കുക. അപ്പൊ താൻ മൊത്തത്തിൽ പറ, അല്ലാതെ ഈ കേരളത്തിൽ മാത്രം തന്നെ പറയാതെ. പ്രവാസികൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ലോക കേരള സഭ നടത്താനിരിക്കുകയായിരുന്നു. പ്രവാസികൾക്ക് വേണ്ടിയാണ് നമ്മൾ അത് നടത്തുന്നത്. പക്ഷെ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മളത് എല്ലാ അതിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു വലിയൊരു പരിപാടിയാണത്. അതിന്റെ പലതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവരോടൊപ്പമാണ് നമ്മൾ ആ മാറ്റിവെച്ച ആ ചെലവിനെ എടുത്തിട്ട് ആ തുക എല്ലാവർക്കും ഒന്ന് വീതിച്ചു കൊടുക്കുക. എടോ, കുടുംബാംഗങ്ങൾക്ക് നമ്മൾ സഹായ വാഗ്ദാനം ചെയ്തിട്ടില്ലടോ? പിന്നെ നമ്മൾ നടത്തി കാണിക്കോടാ പോടോ. ഒരു മരണം സംഭവിച്ചിരിക്കും, നമ്മൾ തമ്മിൽ തല്ലാൻ പാടില്ല. നമ്മളൊരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. ദുരന്ത മുഖത്തും രാഷ്ട്രീയം കളിക്കുന്ന ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതിനി തുടരാൻ പാടില്ല. ഈടോ അവിടെ വരെ പോകുന്നത് അതെന്തുവാണ് രാഷ്ട്രീയം കളിച്ചത്? എന്തിനാ അവിടെ വരെ പോകുന്നത്? അതിന്റെ ആവശ്യം എന്തിനാ? അവരോടൊപ്പം നമ്മളുണ്ട്. അവരോടൊപ്പം അല്ല വേണ്ടത്, അവരുടെ വീട്ടുകാരോടൊപ്പം നിൽക്കാൻ. വീട്ടുകാരോടൊപ്പം വേറെ നേതാക്കൾ പോയിട്ടില്ല അങ്ങോട്ട്. അതാണ്, അതായത് ഈ സംസ്ഥാനത്തിൽ ഈ സംഭവം നടന്ന് അതിന്റെ വിവരം ലഭിച്ചത് മുതൽ മുഖ്യമന്ത്രി ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഭയങ്കര കുണ്ഠിതപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഓടി നടന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിമാനത്താവളത്തിൽ പോയി, ഇനിയിപ്പോ ഓരോ കുടുംബങ്ങളെ പോയി അദ്ദേഹം കാണുന്നുണ്ട്. കാരണം അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിൽ അതായത് തൊട്ടടുത്ത് തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ടു, ഇങ്ങനെ തൊഴാൻ വേണ്ടി പോയപ്പോ നീ ആരുടെ പോടാന്ന് പറഞ്ഞൊരു ഭാവത്തിൽ അവിടെ ദുഃഖത്തിൽ പോയി നിൽക്കുമ്പോ സുരേഷ് ഗോപി നോക്കുന്നുണ്ടോ നോക്കാനാണോ മുഖ്യമന്ത്രിക്ക് നേരെ ഒന്ന് പോടാ എഴുന്നേറ്റ്. അവിടെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. മുഖ്യമന്ത്രി ആ കൊണ്ടുവച്ച മൃതശരീരങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സുരേഷ് ഗോപി ഇങ്ങനെ അണക്കിനകത്തോട്ട് നോക്കുന്നത്. അപ്പൊ പിന്നെ ഉടനെ സുരേഷ് ഗോപിയെ നോക്കാനാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരം. ഒന്ന് പോടെ എഴുന്നേറ്റ്. അതായത് ആ വീഡിയോയ്ക്ക് ഇവര് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടാ. ഇതാണ് മാപ്രകള്. സുഹൃത്തുക്കളെ, എനിക്ക് തർക്കിക്കാൻ നേരെ എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. വിഷമത്തിൽ നിൽക്കുവാടോ അവിടെ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. ചുമ്മാ അനാവശ്യം പ്രചരിപ്പിക്കരുത് കേട്ടല്ലോ. പിന്നെ ഇവിടെ അത് നടക്കുന്നോ അതോ സുരേഷ് ഗോപിയെ നോക്കി കെട്ടിപ്പിടിക്കാൻ പോകുന്നു? ഒന്നും പോടും. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വലിയ ദുഃഖത്തിലാണ്. ഞാൻ 2 വാക്ക് പറയട്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ അതീവ ദുഃഖത്തിലാണ്. നമ്മളൊരു വിഷമഘട്ടത്തിലാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ രാഷ്ട്രീയം മറന്നു വെച്ചിട്ടെങ്കിലും മനുഷ്യർക്കൊന്ന് ഒരുമിച്ച് നിന്നുകൂടെ? അതിന് നിങ്ങൾ CPM ആണ്, ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഞങ്ങൾ BJP ആണെന്നൊക്കെ കാണുന്നത് എന്തിനാണ് അങ്ങോട്ട്? മുഖ്യമന്ത്രിയുടെ ജോലി ചെയ്തിട്ടാണോ അവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രി ജോലി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ 25ഓളം പേര് പ്രവാസിയായി മാറില്ലായിരുന്നു. അവർ കേരളത്തിൽ വിവരക്കേടാണോ ഈ പറയുന്നത്? നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പൊ ഞാൻ പറയട്ടെ കേരളത്തിൽ തന്നെ ഇവർ നിൽക്കുമായിരുന്നു. അപ്പൊ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അപ്പൊ പിന്നെ BJP സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ നിന്നും പോയിട്ടുണ്ട് ആൾക്കാര്. അവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നമ്മൾ പറയരുതോ? മറ്റ് BJP സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ആൾക്കാർ പോയിട്ടില്ല. ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇവരെല്ലാം കൂടെ പോയേക്കുന്നത്. ഒന്ന് പോടോ എഴുന്നേറ്റ്. അപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിമാരും നേരെ ചൊവ്വേ ഭരിക്കുക കേട്ടോ.
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ മുഖ്യമന്ത്രി നേരെ ചൊവ്വേ ഭരിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പൊ അത് ഇവർക്ക് രാഷ്ട്രീയം പറയാം, ഇവർക്ക് പറയാം, നമ്മൾ പറഞ്ഞുകൂടാ. എടോ താൻ പണയെടോ, നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയം വ്യക്തമായിട്ട്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരുടെ പേജിൽ നിന്ന് വന്നില്ലല്ലോ ഈ കാണിച്ചത് വല്ലാത്ത ചെയ്ത്തായി പോയി കേന്ദ്ര സർക്കാർ എന്നൊക്കെ ഒന്നും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. കാരണം എന്താ? അവർ കൃത്യമായി ബോധ്യമുണ്ട് ആ ചെയ്തത് മറ്റിടത്ത് ചെയ്ത്തായി പോയി. സുഹൃത്തുക്കളെ എനിക്ക് തർക്കിക്കാൻ നേരമില്ല. എനിക്ക് ആ കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഞാൻ വിടവാങ്ങും, ഞാൻ പോട്ടെ. എനിക്ക് കൂടുതൽ പറയാം. അല്ല, ഞാൻ ഒരുമിച്ചാണ് തന്നെ എന്റെ കണ്ണു മുമ്പിൽ കണ്ടുപോകും. ഇത് തന്നെ ദുരന്തമുഖത്ത് ഇവർക്ക് ഇത്തരം സ്വഭാവമാണോ ഉള്ളത്? ഇതന്നെ ഞാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞേ കുറ്റമുള്ളൂ. അല്ല, വാ നമുക്ക് വണ്ടി റെഡിയാക്കും. വണ്ടി കേട്ടോ, നമ്മള് പോകാനായിട്ട് നിൽക്കും സുഹൃത്തുക്കളെ.